രാഹുൽ ഗാന്ധിയെ നേരിടാൻ വയനാട്ടിൽ ഇടതുപക്ഷത്തിന്റെ കർഷക പാർലമെന്റ് കാർഷിക പ്രതിസന്ധിക്ക് കാരണം കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നയങ്ങളാണെന്ന വിമർശനം ഉന്നയിച്ചാണ് പുൽപ്പട്ടയിൽ പാർലമെന്റ് സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ അധ്യക്ഷൻ അശോക് ധാവളെ, മാധ്യമപ്രവർത്തകൻ പി സായ്നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിലെ കർഷകരെ അണിനിരത്തി LDF പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ച കർഷക പാർലമെന്റ് അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ധാവളെ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരുകളും നരേന്ദ്രമോദിയുടെ NDA സർക്കാരും സ്വീകരിച്ച തെറ്റായ സാമ്പത്തിക നയങ്ങളാണ് കർഷക ജനതയുടെ നട്ടലൊടിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ പി സായ്നാഥ് മുഖ്യപ്രഭാഷണം നടത്തി. The decisions at WTO, at IMF, at World Bank, Geneva, in Davos, these decisions are not taken by the state. They are taken by the bureaucracy in Delhi. കിസാൻ സഭ ദേശീയ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ, പി കൃഷ്ണപ്രസാദ് തുടങ്ങിയവരും സംസാരിച്ചു. കർഷക പാർലമെന്റിനെ തുടർന്ന് പുൽപ്പള്ളി നഗരത്തിൽ നടന്ന കർഷക റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. കർഷക ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയതോടെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്ന വയനാട്ടിൽ യഥാർത്ഥ കർഷക പ്രശ്നങ്ങൾ ചർച്ചയാക്കാനായത് ഇടതുമുന്നണിയുടെ പ്രചരണ വിജയമാണ്. അനിലം ബഷീറിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1, വയനാട്.